വീട്ടിൽ സോളാർ വയ്ക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ പക്കൽ എക്സ്പീരിയൻസ് EPC കോൺട്രാക്ടേഴ്സ് ഉണ്ട്. EPC കോൺട്രാക്ടർ ആരാണ്? സോളാർ പ്രോജക്റ്റിന്റെ ഡിസൈനിങ് മുതൽ കമ്മീഷനിങ് വരെയുള്ള A to Z കാര്യങ്ങൾ ഒരു EPC കോൺട്രാക്ടറിന്റെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോളാർ പ്രോജക്റ്റുകൾ സ്മൂത്ത് ആയി കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഒരു EPC കോൺട്രാക്ടറിന് സാധിക്കുന്നു. നിങ്ങളിപ്പോൾ EPC കോൺട്രാക്ടറിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും മാത്രമല്ലേ പറഞ്ഞോളൂ? ഈ EPC കോൺട്രാക്ടേഴ്സിനെ ഒന്നും നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവത്തില്ലയോ? അതെ, നല്ലൊരു EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാവും. അത് കാരണം പലർക്ക് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി പോലത്തെ കൺസൾട്ടിംഗ് ഫേംസ് സോളാർ പ്രോജക്ട് മാനേജ്മെന്റ് ചെയ്ത് നൽകുന്നത്. നമ്മൾ നിങ്ങളുടെ പ്രോജക്റ്റിനായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്ത് ഹൈ സ്റ്റാൻഡേർഡ്സിൽ തന്നെ ഈ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത് നൽകുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ഓരോ EPC കോൺട്രാക്ടേഴ്സിന്റെ അവിടെ ലൈസൻസും സർട്ടിഫിക്കേഷനും അതുപോലെ അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് അത് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സിലാണോ കമ്മീഷൻ ചെയ്തതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളൊരു പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കും. അതായത് കപ്പാസിറ്റി എത്രയാവണം, ഇൻസ്റ്റലേഷനും അതിന്റെ സ്ട്രക്ചറും എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഈ ഡീറ്റെയിൽസ് ഒന്നിൽ കൂടുതൽ EPC കോൺട്രാക്ടറിന് നമ്മൾ കൈമാറും. ഇവരുടെ പ്രൊപ്പോസലിൽ നിന്ന് സാറിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രൊപ്പോസൽ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുത്ത് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴി സോളാർ പ്രോജക്ട് ചെയ്യുന്നത് എനിക്ക് എന്താണ് ബെനിഫിറ്റ്? സാർ, ഈ സെക്ടറിൽ മെയിനായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് കൃത്യസമയത്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാത്തത്, പിന്നെ ക്വാളിറ്റി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് പ്രശ്നങ്ങൾ. സാർ, വൈദ്യുതിയിലൂടെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള സർവീസും മെയിൻ്റനൻസും എല്ലാം നമ്മളെ മേൽനോട്ടത്തിലായിരിക്കും. അത് കാരണം സാറിന് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയായിരിക്കും ഇത്. അതുപോലെ തന്നെയാണ് കോൺട്രാക്ട് നെഗോസിയേഷനും. EPC കോൺട്രാക്ടേഴ്സിൽ നിന്നുള്ള പ്രൊപ്പോസൽ താങ്കൾക്ക് ബെനിഫിറ്റ് ആകുന്ന തരത്തിൽ കോസ്റ്റും ടൈമും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു തരും. ഇതിന്റെ പേരിൽ ക്വാളിറ്റിക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് തന്നെയാകും ഓരോ വർക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺസൾട്ടിംഗ് ഫീ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ കുറേ ആവുമല്ലോ? സാർ, വലിയ തുകയൊന്നും ആവത്തില്ല. ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 1% പോലും നമ്മുടെ ഫീസ് ആയിട്ട് ഈടാക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ഫീസിന്റെ 10 ഇരട്ടിയോളം സാറിന് ബെനിഫിറ്റ്സ് വൈദ്യുതിയിലൂടെ ലഭിക്കുന്നതാണ്.